ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും KCR കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വേളൂരി കൊണ്ട് സ്പെഷ്യൽ കറിയാണ്. വേളൂരി മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് മൺചട്ടിയിലേക്ക് ചൂടാകുന്ന സമയത്ത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് എണ്ണ ചൂടായി അതിലേക്ക് ഒരു നുള്ള് ഉലുവ ചേർത്ത് ഉലുവ പൊട്ടുമ്പോൾ 15 ചെറിയുള്ളി ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇനി ചെറിയുള്ളിയുടെ കളറ് ഒന്ന് മാറി വരണം. ഒരു ഇളം കളറായി കിട്ടണം ചെറിയുള്ളിക്ക് പകരം സവാളയും ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി വേളൂരിയിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മീൻ നല്ല ഫ്രഷായി കിട്ടും. ചെറിയുള്ളിയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പിരിയമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മീൻ എത്ര എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടി കൂടിപ്പോയി കഴിഞ്ഞാൽ കറിക്കൊരു പൊടികളുടെ കുത്തൽ ടേസ്റ്റ് ഉണ്ടാവും, ഒരു ചെറിയ കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം. ഒരു തക്കാളിയുടെ പകുതി, ചെറിയ തക്കാളിയുടെ പകുതി ഇതിലേക്ക് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, ചൂടുവെള്ളം. മീനിന് കുറച്ചേ വേവുള്ളൂ, വേഗം വെന്ത് കിട്ടും. അതുകൊണ്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ തള വരുന്ന സമയത്ത് ഇതിലേക്ക് 4-5 വെളുത്തുള്ളി ചതച്ചതും ഒരു പിടി തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മുടെ കറി റെഡിയായി. നല്ല രുചിയുള്ള വേളൂരി കറി റെഡിയായി. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെർജിൻ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല രുചിയുള്ള വേളൂരി കറി റെഡിയായി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.